ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് വല വീശാൻ വേണ്ടി ഇറങ്ങിയേക്കുക. കണ്ടക്കടവിലാണ്. നോക്കാൻ വല്ലതും കിട്ടുമെന്ന്. ചാല ഒഴിഞ്ഞതുകൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നാരനെ കിട്ടേണ്ടതാണ് വീശിയാൽ. നമുക്ക് നോക്കാം, വീശി നോക്കാം. വല യൂസ് ചെയ്യുന്നത് നമ്മൾ തെളിഞ്ഞ വലയായിട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ടങ്കീസാണ്, ഞാനല്ല. വീശി നോക്കാം. ഒഴിഞ്ഞതുകൊണ്ട് ഫുള്ള് വല നീട്ടി വെച്ചേക്കുക. അതുകൊണ്ട് വീശാൻ സ്ഥലമില്ല. ഫുള്ള് വല നീട്ടി വെച്ചേക്കുക. കിട്ടി. മീന് കിട്ടാതിരിക്കില്ല, മീനുണ്ടാവും. ഇറങ്ങി വീശായിരുന്നു, പക്ഷെ ഇറങ്ങി വീശല്ലേ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫാമിലീസൊക്കെ എല്ലാം ഉണ്ട്, ഫാമിലിയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു മീന് പോയിട്ടോ, കരിമീനായിരുന്നു. ഒരു മീന് പോയി. അത് ആ കൊലഞ്ഞിലുള്ളതുകൊണ്ടേ ഉടക്കിയില്ല വലിയ. അത്യാവശ്യം പിലോപ്പ് കിട്ടിയിട്ടുണ്ട് ഒരു ശീലട്ടോ. കുഴപ്പമില്ല, മീൻ അത്യാവശ്യം ഉണ്ട്. ചുമ്മാ കറിക്ക് വേണ്ടി വീശാൻ വേണ്ടി ഇറങ്ങിയേക്കുക. വിൽക്കാനൊന്നുമല്ല, ചുമ്മാ ഒരു കറിക്ക് വേണ്ടി വീശി ഒരു രസം, ഫാമിലിയായിട്ട് വീശാൻ വേണ്ടി ഇറങ്ങിയ രസത്തിന് ഇറങ്ങിയ. വല ധരിച്ചു. പിലോപ്പി കുഴപ്പമില്ല. അധികം വലുതല്ല, മീഡിയം ടൈപ്പ് പിലോപ്പിയാണ് കൂടുതലുള്ളത്. വലിയ സൈസ് പിലോപ്പിയൊന്നും ഇല്ല. കൊട്ടക്കകത്ത് കയറുന്നില്ല, പുതിയ കൊട്ടയതുണ്ട്. കൊട്ടയുടെ വായൊന്നും അടഞ്ഞിട്ടേ ഇല്ല, കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 വീശ് കഴിയുമ്പോൾ ഒരു സെറ്റായിക്കോളും. ഈ കൊട്ടമടയാണ് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അച്ഛന് ടൈം കിട്ടിയില്ല വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ വർക്കിന് പോയേക്ക് വരുന്നത്. പുള്ളിക്കാരൻ കൊട്ട പച്ചോല വെള്ളത്തിൽ ഇട്ടിട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അടുത്ത വല വീശി നോക്കാം. ഇത് കണ്ടക്കട ചോലാട്ടോ സ്ഥലം. ഇതിപ്പോൾ കണ്ടത്തിലാണ് വീശുന്നത്, ശാലോട്ട് ബന്ധപ്പെട്ട കണ്ടത്തിലാണ് വീശുന്നത്. ഇപ്പം ശാലിൽ വീശിക്കഴിഞ്ഞാൽ അധികം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ വലക്കാരെല്ലാം നീട്ടി മറിച്ചിട്ടേക്കും. അപ്പോൾ മീനെല്ലാം ഈ ചെറിയ ചെറിയ കണ്ടത്തിലേക്ക് കയറി നിൽക്കും. അപ്പോൾ അത് കണ്ടത്തിൽ വീശുന്നത്. ശാലിൽ വീശിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും കിട്ടില്ല. എന്ന് വെച്ചാൽ വലക്കാർ നീട്ടി വെറുതെ ഫുള്ള് വലയായിരിക്കും. അപ്പോൾ ഈ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മീനെല്ലാം കയറി നിൽക്കും. ചൂണ്ടിട്ടൊക്കെ ഇട്ടു കേട്ടോ. ചൂണ്ടിട്ട് ആൾക്കാർ ചൂണ്ടിടുന്നുണ്ട്. ചൂണ്ടിട്ട ഒരു മീഡിയം ടൈപ്പ് തുമ്പച്ച ടൈപ്പ് മീൻ കിട്ടുന്നുണ്ട് അവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ ചൂടാൻ വേണ്ടി വന്ന് കിട്ടിയായിരുന്നു. കറിക്കുള്ള കിട്ടും നമുക്ക് അത്യാവശ്യം. കരിമീനും തുമ്പച്ചയും. അത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ൊന്നുമില്ല മച്ചാൻ. അപ്പൊ നമ്മളെ നീട്ടിയ കൂട്ടുകാരാണ്. ആ പുള്ളിക്കാരൻ്റെ ഒരു ഞണ്ട് കിട്ടിയെന്ന് പറയും. ഒരു 1.5 കിലോമീറ്റർ അടുത്തുള്ള ഞണ്ടാണ്. പക്ഷെ വാട്ടറായിപ്പോയി. ഗ്രീൻ കാലുള്ള ഞണ്ടാണെന്ന് പറഞ്ഞു. വാട്ടറായിപ്പോയിരുന്നു. വാട്ടറല്ല വെച്ചെങ്കിൽ ഒരു 10,000-3000 രൂപ എങ്ങനെ വന്നാലും കിട്ടിയേനെ പുള്ളിക്ക്. ഇനിയിപ്പോൾ വാട്ടറാകുമ്പോൾ അധികം പൈസ കിട്ടാൻ കാണിച്ചില്ല. കറിക്കെടുക്കുക നല്ലത്. ഞാൻ ചോദിക്കാൻ വേണ്ടി കറിക്ക് തരുമോ, കിട്ടുമെങ്കിൽ കറിക്കെടുക്കും. വാങ്ങിച്ചിട്ട് പോകാൻ സാധ്യതയുണ്ട്. വലയാണ്, ഉടക്കാണ്.
വല തെരിക്കാനാ പണിയാണ്. ചവറിൽ വീശിക്കഴിഞ്ഞാൽ വല തെരിച്ച് കിട്ടാൻ വേണ്ടി ടങ്കീസ് വല കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെറിയൊരു ഉടക്കുണ്ടെങ്കിലും വീശ പരക്കേവില്ല. അടുത്ത് നമുക്ക് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് നിൽക്കാം. അധികം ഇളക്കുള്ളതുകൊണ്ട് മീൻ അധികം ഒഴിഞ്ഞ പ്രദേശത്തേക്ക് മാറി നിൽക്കും. ആ സൈഡിലേക്കൊന്ന് വീശുള്ളൂ. ഒട്ടൊക്കെ ഉണ്ടെങ്കിൽ പണിയാകും കേട്ടോ. അപ്പോൾ ഓല ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓല ഉണ്ടാകാതിരുന്നാൽ രക്ഷപ്പെട്ടു. ഈ സൈഡിലേക്ക് തന്നെ വലഞ്ഞിട്ടാൻ വേണ്ടി വഞ്ചിക്കാർ വരില്ല. അതുകൊണ്ട് നമ്മൾ മീനുകളെല്ലാം ഏകദേശം ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കും. അത് നാളെ രാവിലെ കൂടി വീശാൻ പോണേ. ഇപ്പം ചൂണ്ടിട്ടാൻ പോയിട്ട് ഒന്നും കിട്ടുന്നില്ല. കാളാഞ്ചി അടിക്കുന്നില്ല. പിലോപ്പി ചെറിയ പിലോപ്പി ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല ചെളിയാക്കൂല. മകന് വല വലിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതൊന്ന് ചുമ്മാ വിചാരിക്കാൻ വേണ്ടി കൊടുത്തതാണ്. മീനുണ്ടെന്ന് തോന്നുന്നുണ്ട്. മീനുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. മീനുണ്ട്, കുറച്ച് മീനുണ്ടെന്ന് തോന്നുന്നു വലക്കാട്ട്. കുഴപ്പമില്ല. അത്യാവശ്യം മീനുണ്ട്. ഇതിനു മുമ്പ് തൊലപ്പം കിട്ടിയതോലെ കിട്ടി. ചേട്ടൻ പിടിച്ചതല്ലേ. ചേട്ടയുടെ താൻ എടുത്തോളൂ. അത് ഞാൻ ചേട്ടൻ്റെ അമ്മ ബാക്കിൽ നോക്കി ചക്കനാനിമോന്. ഇതിന് മാത്രം മതിയായിരുന്നു. അപ്പോൾ എളുപ്പം ഇടാൻ സുഖമല്ല.
അവനൊന്നും കിട്ടിയിട്ടില്ല വിലോപ്പിയൊന്നും. ആ ആരും പോകാത്ത സ്ഥലത്ത് വീശയില്ല അപ്പോൾ അനിയിലവിടെ സ്ഥലമുണ്ട്. വെച്ചാൽ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ വീശിയിട്ട് എല്ലാം പിലോപ്പിയ കുഴപ്പമില്ല.